ജെഇ അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അക്ഷയ് ബിജുവിനെ അഭിനന്ദിക്കാൻ അക്ഷയുടെ സ്വദേശമായ കോഴിക്കോട് കാക്കൂരിൽ ബ്രില്യന്റ് ഡയറക്ടേഴ്സിൽ ഒരാളായ ജോർജ് തോമസ് ആറും മറ്റു ടീം അംഗങ്ങളും എത്തിയിരിക്കുകയാണ്. ഭാഗ്യമാണ്, പഠിക്കുന്ന കൂടെ തന്നെ കിട്ടി. ഇനി പഠിത്തത്തിലേക്ക് പോവുക. ഈ ദിലീപും അവരെല്ലാം IIT പഠിച്ചിട്ട് അവരെല്ലാം പല വഴിക്ക് പോകുന്ന ഇങ്ങനെ സിവിൽ സർവീസ് ഒക്കെ നല്ലതാണ് കേട്ടോ. ആലോചിക്കുന്നത് തെറ്റൊന്നും ഞാൻ പറയല്ല. ഇപ്പം ആലോചിക്കണ്ട, വീട്ടിലേക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ ഇതൊക്കെ. അപ്പം കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണം, നീ ആഗ്രഹിക്കുന്നത് തന്നെ പോകണം കേട്ടോ. ജെഇ അഡ്വാൻസ്ഡിൽ കേരള 1ാം സ്ഥാനവും ഓൾ ഇന്ത്യ റാങ്ക് 192 കരസ്ഥമാക്കിയ അക്ഷയ് ബിജു ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടായ N ബിജുവിന്റെയും ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറായ നിഷ സിക്കിയുടെയും മകനാണ്. അക്ഷയ് ബിജുവിന്റെ സഹോദരി ഗോപിക ബിജു ബ്രില്യന്റിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ 4th ഇയർ MBBS പഠിക്കുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സേലം. കോട്ടയം മാന്നാനം KE സ്കൂളിലാണ് അക്ഷയുടെ പഠനം. ജെഇ മെയിൻസിലും അക്ഷയ് 99.996050 എന്ന സ്കോർ നേടിയിരുന്നു. അക്ഷയുടെ അച്ഛനാണ്. ഞാൻ ട്രഷറി സർവീസിൽ കോഴിക്കോട് മാനാഞ്ചിറ സബ് ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുകയാണ്. അക്ഷയ് ചെറുപ്പത്തിൽ തന്നെ IIT എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 6ാം ക്ലാസ് മുതൽ അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. അന്ന് ഓരോ ദിവസവും എടുക്കുന്ന സബ്ജക്റ്റുകൾ അതാ ദിവസം തന്നെ പഠിച്ചു തീർക്കുക എന്നുള്ള ശീലമാണ്. പിന്നെ അതിനനുസരിച്ചുള്ള നോട്ടുകൾ തയ്യാറാക്കിയിട്ട് ആണ് പഠിക്കാറ്. +1 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് കോഴിക്കോട് തന്നെയുള്ള വേദവ്യാസ വിദ്യാലയത്തിലാണ്. അതിനുശേഷം ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കോട്ടയത്ത് മാന്നാനം എന്ന് പറഞ്ഞ മാന്നാനം KE സ്കൂളിൽ ആണ് +1 +2 പഠിച്ചത്. അപ്പോൾ +1 +2 പഠനത്തോടൊപ്പം തന്നെയായിരുന്നു എൻട്രൻസിൻ്റെ പഠനവും നടന്നിരുന്നത്. നല്ല രീതിയിൽ പഠിച്ചു. നല്ലൊരു റാങ്ക് കേരളത്തിൽ 1ാം റാങ്ക് നേടാനായി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ 192ാം റാങ്കും നേടാനായി. അക്ഷയുടെ ഈ ഒരു വിജയത്തിൽ നല്ലവണ്ണം സന്തോഷിക്കുന്നു. എൻ്റെ പേര് നിഷ. ഞാൻ ആലപ്പുഴ മുട്ട ആയുർവേദ ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അക്ഷയുടെ പഠനത്തിൽ ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അക്ഷയ്ക്ക് ഈ മാനാനത്ത് പഠിക്കണമെന്ന് നിർബന്ധമായിട്ട് ആവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫറായി. അപ്പോൾ അവിടെ വീടെടുത്ത് അവിടെ താമസിച്ച് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അക്ഷയ് ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മൾ പറയാതെ തന്നെ അവൻ്റെ എത്ര പോർഷൻ പഠിക്കണം എന്നുള്ള തീരുമാനമാക്കുകയും അതിനനുസരിച്ചുള്ള ടൈം കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്ന ശീലം ചെറുപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബ്രില്യന്റിൽ ചേർന്ന സമയത്തും ബ്രില്യന്റിൽ എക്സാംസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ മാർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനൊക്കെ അനലൈസ് ചെയ്ത് ഒരു ചിട്ടയായ പഠനമാണ് അതിനെ ഈ റാങ്കിൽ എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. സ്വന്തം വിദ്യാർത്ഥി അക്ഷയുമായുള്ള ബ്രില്യന്റ് അഭിമുഖത്തിലേക്ക്. ഹായ് ഹലോ. IIT JEI അഡ്വാൻസ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിൽ ബ്രില്യന്റിന് അഭിമാനിക്കാൻ പറ്റുന്ന നേട്ടം കരസ്ഥമാക്കിയ അക്ഷയ് ബിജു ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അക്ഷയ് ബിജുന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയായിരുന്നു പഠിച്ചത്, ഈ ഒരു റാങ്കിലേക്ക് എത്തിയത്, അതായത് ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ആണ് JEI അഡ്വാൻസിൻ്റെ. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ 192 ആണ് അക്ഷയുടെ റാങ്ക്. അപ്പോൾ ഈ ഒരു റാങ്കിലേക്ക് അക്ഷയ് എത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അക്ഷയോട് തന്നെ ചോദിക്കാം. അക്ഷയനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഹായ് അക്ഷയ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒന്ന് അക്ഷയനെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് അക്ഷയ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ 2 ഇയർ റെസിഡൻഷ്യൽ IIT പ്രോഗ്രാമിൽ ചേർന്നിട്ടാണ് JEI അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്.
ഞാൻ പഠിച്ചത് KE സ്കൂൾ മാന്നാനത്താണ്. അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് അക്ഷയ്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. അക്ഷയ്, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? അതായത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റ് ടീച്ചേഴ്സ് പ്രൊഫസേഴ്സൊക്കെ നല്ലപോലെ തന്നെ ക്ലാസ് എടുപ്പിച്ച് മനസ്സിലാവാത്തതൊക്കെ ഒന്നുകൂടി പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റ് എല്ലാ ആഴ്ചയും എക്സാം നടത്തുക. എന്നപ്പം ആ ആഴ്ച പഠിപ്പിച്ചതൊക്കെ കറക്റ്റ് തലയിൽ കയറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് എക്സാം വളരെ നല്ലതായിരുന്നു. അപ്പോൾ അക്ഷയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ റെസിഡൻഷ്യൽ ബാച്ച് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ഈ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? ബ്രില്യൻറ്റിൻ്റെ ടീച്ചിങ്സൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സസും ടീച്ചേഴ്സൊക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഓരോ ലെവലിലുമായിട്ട് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഡിസൈൻഡ് ആയിരുന്നു. ഫസ്റ്റ് മെയിൻസിന് വേണ്ടി ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആദ്യത്തെ കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അത് മെയിൻസിനും അഡ്വാൻസിനും ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നല്ലോണം സഹായിച്ചു. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ ഓൺലൈൻ എക്സാംസ് തന്നെയായിരുന്നല്ലോ അല്ലേ? അതായത് എങ്ങനെയാണോ JEE അഡ്വാൻസിൻ്റെ എക്സാം നടത്തുന്നത് അതേപോലെയുള്ള എക്സാം തന്നെയാണല്ലോ നമ്മൾ നടത്തിയത്. അതായത് ഓൺലൈനായിട്ട് തന്നെ എക്സാം നടത്തി ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ എഫക്റ്റീവ് ആയിട്ടില്ലേ അല്ലേ? എങ്ങനെയായിരുന്നു അത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ മോഡൽ എക്സാം എഴുതിയത് കൊണ്ടുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? +1ലും +2ൻ്റെ തുടക്കത്തിലൊക്കെ ബ്രില്യൻറ്റ് എല്ലാ ആഴ്ചയിലും 2 എക്സാം വീതം നടത്തുമായിരുന്നു. ഇത് ഒരു പേപ്പർ മെയിൻസിനും ഒരു പേപ്പർ അഡ്വാൻസിനും. അത് 1.5 മണിക്കൂറിൻ്റെ ഓരോ പേപ്പറും 1.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു. അവസാനത്തേക്ക് ഇപ്പം മെയിൻസ് അടുക്കാനായപ്പോഴേക്കും ബ്രില്യൻറ്റ് മെയിൻസിൻ്റെ മോഡൽ നടത്താൻ തുടങ്ങി. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയായിരുന്നു. ശരിക്കത്തെ എക്സാമും കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയാണല്ലോ മെയിൻസിലുള്ളത്. എന്നാൽ അത് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ശരിക്കത്തെ മെയിൻസ് ആയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് മെയിൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രില്യൻറ്റ് അഡ്വാൻസിൻ്റെ മോഡൽ എക്സാമും തുടങ്ങിയിരുന്നു. എന്നപ്പം അഡ്വാൻസ് 6 hours എക്സാം, കുറേ 6 hours എക്സാം നടത്തിയിരുന്നു. എന്നാൽ അത് അഡ്വാൻസിൻ്റെ 6 hours ഇരിക്കാൻ വെച്ചാൽ കുറച്ച് പാടാണ്. എന്നാൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന റിസൾട്ട് അല്ലല്ലോ അല്ലേ? അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ എങ്ങനെ ഫാമിലിയിലുള്ളവരും നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എന്താ അക്ഷയനോട് പറഞ്ഞു? എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ? ഫാമിലി എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. രാവിലെയാണ് റിസൾട്ട് വന്നത്. കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. ബ്രില്യൻറ്റ് ഡയറക്ടേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സെബാസ്റ്റ്യൻ സാറായിരുന്നു ഞങ്ങളെ സെൻറ്ററിൻ്റെ ചാർജ്. സാർ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വന്ന് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ടഫ് എക്സാമൊക്കെ വന്നാൽ സാർ അതൊന്നും കുഴപ്പമില്ല, അടുത്ത എക്സാമിൽ നോക്കാമെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എല്ലാ മോഡൽ എക്സാമിന് ശേഷം ഒരു ബ്രില്യൻറ്റ് ലൈവ് റിസൾട്ട് അനാലിസിസിൻ്റെ മീറ്റിംഗ് ഉണ്ടാകുമായിരുന്നു. അതിന് ഡയറക്ടർമാരൊക്കെ കയറി ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത് നമുക്ക് എഫക്റ്റീവ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടഫ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് മോനിപ്പോൾ മോഡൽ എക്സാമിൽ കിട്ടിയേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എത്രയായിരുന്നു അഡ്വാൻസിൽ? 349. ഓക്കെ. അതുപോലെ കുറഞ്ഞു പോയ ഒരു മാർക്ക് ഉണ്ടായിരുന്നു, അതായത് തീരെ കുറഞ്ഞു പോയി എന്നൊക്കെയുള്ളൊരു 200 ഒക്കെ. ഓക്കെ. ഈ ആദ്യം പറഞ്ഞപ്പോൾ ഹയസ്റ്റ് മാർക്കിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കിട്ടിയത് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പം മോൻ അറിയാലോ, അതായത് JEE അഡ്വാൻസിനും JEE മെയിനും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്? ഡെയിലി ക്ലാസ് എടുക്കുന്നതിന് കൂടെ തന്നെ അന്ന് എടുക്കുന്നതൊക്കെ പഠിച്ചു തീർക്കുക. പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി എടുക്കുന്നത് മിസ്സാവാണ്ട് നോക്കണം. പിന്നെ അവസാനത്തേക്ക് റിവിഷൻ്റെ സമയമൊക്കെ ആകുമ്പം എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി എക്സാമിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചാപ്റ്ററും വിട്ടുപോകാണ്ട് നോക്കണം. ഞാൻ എക്സാമിന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരു കറക്ഷൻ ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. അത് അവസാനത്തേക്ക് ഈ അഡ്വാൻസിന് 2-3 ആഴ്ചയൊക്കെ മുന്നേ ഉള്ളപ്പം ചെക്ക് ചെയ്യാൻ വളരെ ഉപയോഗം ഉണ്ടാവും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൂടി തന്നെയാണ് ശരിക്കത്തെ എക്സാമിനുള്ളപ്പോൾ സ്പീഡ് കൂടുക. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. എക്സ്ട്രാ മെറ്റീരിയൽസും വേണമെങ്കിൽ ഉപയോഗിക്കാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.